ഈ റോഡ് നോക്കിയേ. അല്ലുചേട്ടൻ്റെ അവിടുത്തെ അല്ല, അത് ചെറിയേട്ടൻ്റെ അവിടുത്തെ മതിൽ പൊളിച്ച വേസ്റ്റ് കൊണ്ടുവന്നിട്ടിട്ട് അവർ അടിച്ച് നിരപ്പാക്കിയത് ഇങ്ങനെയായി. ഇപ്പം ഇനി മറ്റേ വല്ല കല്ലിഞ്ചനെങ്ങാനും ഓടിച്ച് കഴിഞ്ഞാൽ അടിപൊളി റോഡായി. അല്ലുചേട്ടൻ്റെ അവിടുത്തെ വേസ്റ്റ് കൊണ്ടുവന്നിട്ടില്ല ചേട്ടാ. അല്ലുചേട്ടൻ്റെ അവിടുത്തെ ചിലപ്പോൾ ഞാൻ അല്ലുചേട്ടൻ തന്നെയാണാവോ പണിയില്ലാത്ത ദിവസം നോക്കിയിട്ട് അവൻ കൊണ്ടുവന്നിടാം. മിനിഞ്ഞാന്ന് തൃശ്ശൂർ മൊത്തം ഭയങ്കര മഴയായിരുന്നു, ഗംഭീരമായ കാറ്റും മഴയായിരുന്നു. അപ്പോൾ നമുക്ക് കുറേ നാശനഷ്ടങ്ങളൊക്കെ വന്നു, വാഴകളൊക്കെ വീണുണ്ട്. ഇന്നലത്തെ ദിവസം ഇങ്ങോട്ട് കടക്കാൻ സമയം കിട്ടിയില്ല. അത് കാരണം ചേട്ടൻ ഇന്ന് പറമ്പിലേക്ക് വന്നേക്കാം. കമ്പോസ്റ്റ് കുഴി ഉണ്ടാക്കാൻ തുടങ്ങിയാ? കമ്പോസ്റ്റ് കുഴി ഉണ്ടാക്കാൻ തുടങ്ങി വന്നു. മൈക്ക് ഞാനൊരുത്തനല്ലോ, നമ്മൾ പണിക്കാരൊന്നും വയ്ക്കുന്നില്ലല്ലോ. പണിക്കാരെ വെച്ചാ ചേട്ടൻ? പണിക്കാരെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ? അതെ, ചേട്ടൻ്റെ ചില കാര്യങ്ങൾ എനിക്ക് സന്തോഷ് പണ്ഡിറ്റ് കത്തി കയറിയ ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. ആളുടെ ഓരോ ഊളപ്പടങ്ങൾ ഇട്ടിട്ട് അപ്പോൾ എന്താ പറയുക, നല്ല വ്യൂസ് ഉണ്ട് ആളുടെ ഇൻ്റർവ്യൂകൾക്കൊക്കെ. ആ സമയത്ത് ഏഷ്യാനെറ്റിലാന്ന് തോന്നുന്നുണ്ട് ആള് വന്നിരുന്നിട്ട് നമ്മൾ തമ്മിൽ പോലത്തെ പരിപാടി തമ്മിൽ തന്നെയാന്ന് തോന്നുന്നു. അങ്ങനത്തെ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ചാനലിലും വരും. ആളടക്കം വരുമ്പോ ആകെ കൂടി ആള് തല്ലുകൂടിയിട്ട് അത് ആളുകൾക്ക് കാണാൻ ഇഷ്ടം. നല്ല വ്യൂസ് അതിന് കിട്ടുമായിരുന്നു, റേറ്റിംഗ് കൂടുതലായിരുന്നു, കുറേ പേര് കൂടി ഇരിക്കും. അപ്പൊ ഇങ്ങനെ ആളുകൾ ആളുടെ സിനിമേനെ വിമർശിക്കുകയാണ്. അപ്പൊ കാണാത്ത ആൾക്കാർ പറയും തനിക്ക് എങ്ങനെ അറിയാം എൻ്റെ സിനിമ അങ്ങനെയാണ്, താൻ കണ്ടിട്ടില്ലല്ലോ, കാണാണ്ട് തനിക്ക് എങ്ങനെ അറിയാം ഇത് പറയാനായിട്ട് എന്നൊക്കെ ചോദിച്ചിട്ട് ജാതി ചെയ്ത പറയും. അപ്പോൾ കണ്ടിട്ടുള്ള ഒരാൾ വന്നിട്ട് ഇതിനെ വിമർശിച്ച് കഴിഞ്ഞിട്ട് ഇയാളുടെ സിനിമേനെ വിമർശിച്ച് കഴിഞ്ഞാൽ പറയും തന്നോട് ആരാ പറഞ്ഞ സിനിമ കാണാൻ, ഞാൻ പറഞ്ഞില്ലല്ലോ കാണാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയും. അതായത് കണ്ടിട്ടുള്ളവർക്കും കുറ്റം, കാണാത്തവർക്കും കുറ്റം. കാണാത്തവരോട് പറയും പോയി ആദ്യം കാണും സിനിമ ആദ്യം കണ്ടിട്ട് വന്നിട്ട് കുറ്റം പറയും എന്ന് പറയും. അപ്പോൾ ഇവർ പറയും അയ്യോ ഞാൻ കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് കാണുകയും വേണ്ട എന്ന് പറയും. കാണാണ്ട് നിങ്ങൾക്ക് എങ്ങനെ അതിന് കുറ്റം പറയാൻ പറ്റും? അപ്പോൾ ഒരാൾ കണ്ടിട്ടുള്ള ആൾ പറഞ്ഞു അയ്യോ കണ്ടിട്ട് എൻ്റെ അത്രയും സമയവും പോയി, ഇങ്ങനത്തെ ഒരു പടം എന്നൊക്കെ പറഞ്ഞിട്ട് പറയും തന്നോട് ആരാ പറഞ്ഞ കാണാൻ, ഞാൻ പറഞ്ഞില്ലല്ലോ. ഇങ്ങനെ ചേട്ടനതുപോലെ ഒരു പണി എന്തിട്ടെങ്കിലും ചേട്ടന് ചെയ്യാനായിട്ട് ഇവിടെ പറ്റില്ലെങ്കിൽ ഞാൻ പറയും നമുക്ക് സമയമില്ലല്ലോ, അപ്പോൾ എല്ലാ ദിവസവും വീഡിയോ എടുക്കലും കുറേ കാര്യങ്ങളൊക്കെ വേറെ ഉള്ള കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ. അപ്പം വേണമെങ്കിൽ ഒരു അണ്ണനെ അങ്ങനെ നമുക്കൊരു ദിവസം നിർത്തിക്കൂടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറ്റില്ല. ചേട്ടൻ തന്നെ ചെയ്യണം. എന്നിട്ട് അപ്പം പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ട് ഈ പണി ചെയ്യാണ്ട് കാണുമ്പോൾ ഞാൻ ചോദിക്കും ചേട്ടൻ ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് സമയമുണ്ടോ ചെയ്യാനായിട്ട്, അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് എന്തെല്ലാം കാര്യങ്ങളിലൂടെ വേറെ ചെയ്യാണ്ടെന്ന് അങ്ങനെ പറയും. അപ്പം നമുക്ക് ഈ സമയമില്ല എന്ന് അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ പറയണേ ഒരങ്ങനെ എങ്ങനെ ഒരു ദിവസത്തേക്ക് നിർത്ത്, അപ്പം ആ പണിയും കൂടെ കഴിഞ്ഞില്ല, അതിൻ്റെ ഒപ്പം വേണമെങ്കിൽ ചേട്ടനിടയ്ക്ക് നിന്നോ. അപ്പോൾ ഇതിനത് വെറുതെ ആവശ്യമില്ലാണ്ട് ഞാൻ സമയമുള്ള സമയം നോക്കിയിട്ട് ഞാൻ ചെയ്തുകൊണ്ട് അങ്ങനെ പറയും അല്ലേ. അപ്പൊ സന്തോഷ് പണ്ഡിറ്റ് അങ്ങനെ ഞാൻ പറയില്ല. അതെ, അല്ല നിനക്ക് ഓർമ്മയില്ല സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഫസ്റ്റത്തെ ഇൻ്റർവ്യൂ നമ്മൾ കണ്ടിട്ടുള്ളത് സൂര്യ ടി വിയിൽ? അതിൽ ഫസ്റ്റത്തെ ഇൻ്റർവ്യൂ ഇങ്ങനൊരു മനുഷ്യൻ, ഒരു പ്രത്യേക മനുഷ്യൻ, എന്നിട്ട് ആള് കൈ ഇങ്ങനെ എങ്ങനെയാ പിടിക്കുക, കൈ ഇങ്ങനെ പിടിച്ചു ആദ്യം ഇങ്ങനെ ഇരുന്ന് തുടങ്ങുന്നത്, കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം ആള് വീണ്ടും വന്നു, അപ്പോഴാണ് ഇങ്ങനെ ഇരുന്ന് തുടങ്ങുന്നത്. അതെ, ഒരു പെണ്ണായിട്ടൊരു ഇൻ്റർവ്യൂ ഫസ്റ്റ് നമ്മൾ വീട് മാറി താമസമായ ടൈമിലാണ് തുടങ്ങിയത്. നോർമലായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഇൻ്റർവ്യൂ ഉണ്ടല്ലോ, അതല്ല സാധാരണ പോലെ ചോദ്യം ചോദിക്കുന്നു, അതിന് മറുപടി പറയുന്നു, അങ്ങനത്തെ ഇൻ്റർവ്യൂകളല്ല നമ്മൾ കാണാം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ ചോദിക്കണതിനൊക്കെ തർക്കുത്തരവും ദേഷ്യപ്പെടലും അങ്ങനെയൊക്കെയല്ലേ, ഭയങ്കരമായിട്ട് ചിലപ്പോൾ വയലൻ്റ് ആവും. അപ്പോൾ അങ്ങനത്തെ കാണുമ്പോൾ ആളുകൾക്ക് അതൊരു കാണാൻ ഇഷ്ടം കൂടുതലൊന്നുകൂടി കൗതുകം. നോർമലായിട്ടുള്ളതിനേക്കാൾ കുറച്ച് അബ്നോർമലായിട്ടുള്ള കാണാനല്ല ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം. ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടത് എപ്പോഴാണെന്നറിയോ? മൈ ബോസിൽ വന്നപ്പോൾ. മൈ ബോസ് എന്നാ അതിൻ്റെ പേര്, മോഹൻലാൽ അവതരിപ്പിക്കുന്ന ആ സാധനത്തിൻ്റെ പേര് മൈ ബോസ് സിനിമയുടെ പേരല്ലേ? മൈ ബോസ് അല്ലറി ആ സാധനത്തിന്റെ പേരെന്തിട്ടാ? നമ്മളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പോവാന്നൊക്കെ ചോദിക്കുന്നത് സാധനം പ്രേമൻ കുത്തിരുന്ന് കാണുന്നത് സാധനം തന്നെ. അതൊക്കെ മനസ്സിലായിട്ട് പേരെന്തിട്ടത്? പേളിമാണിയൊക്കെ അതിൽ വന്നത് ഏഷ്യാനെറ്റിലൊരു സാധനല്ലേ, ഒരു വീടിന്റെ ഉള്ളിൽ എല്ലാവരെയും കുറച്ച് നാൾ അടച്ചിട്ടിട്ട് ഓരോരുത്തരോരുത്തരുടെ ബഡായി ബംഗ്ലാവല്ല, പാർട്ട് 1, 2, 3, 4, 5 ബംഗ്ലാവ്
അയ്യോ എന്റെ നാവ് മുമ്പത്തുണ്ട്. ഞങ്ങൾ ആ സാധനം കാണാറില്ല, അതുകൊണ്ടാണ് കേട്ടോ. ബിഗ് ബോസ് ബിഗ് ബോസ് തന്നെ. അതിൽ വന്നതിന് ശേഷം അതിലാള് വന്നപ്പോ ആളെ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. ഓരോരുത്തരുടെ ക്യാരക്ടർ റിവീൽ ആവുമല്ലോ അങ്ങനത്തെ നിൽക്കുമ്പോ, ശരിക്കും മനസ്സിലാവുമല്ലോ ഓരോരുത്തരുടെ സ്വഭാവം. കുറെ പേരുടെ ക്യാരക്ടർ റിവീൽ ആവും, കുറെ പേരൊക്കെ ഗെയിമും ഇതും കളിക്കലൊക്കെയാണ്, അറിയില്ല എങ്ങനെയൊക്കെയാണ്. പേളിമാണിയോടൊക്കെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയത്, എനിക്ക് ഭയങ്കര ഇഷ്ടമായത് അവൾ അങ്ങനെയാട്ടാ, പേളിനെ. ആ സമയത്ത് അത് ഫസ്റ്റത്തെ ബിഗ് ബോസ് ആയിരുന്നു, അതെനിക്ക് ഇഷ്ടമായിരുന്നു കാണാൻ. രഞ്ജിനി ഹരിദാസ്, പേളിമാണി, മറ്റേ സാബു ഒക്കെ ഉള്ളത്. ഞാൻ ഒളിച്ചും പാത്തും പതിങ്ങി രാത്രി ചേട്ടൻ ഉറങ്ങിയതിന് ശേഷമൊക്കെ എണീറ്റ് പോയിട്ടൊക്കെയാണ് യൂട്യൂബിൽ അത് കാണാറ്. എന്താണെന്നറിയോ, അത് കാണാൻ സമ്മതിക്കില്ല ചേട്ടൻ. ഒരു സാധനം കാണാനിരിക്കണം എന്ന് പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞിട്ടേ ഭയങ്കരമായിട്ട് ചീത്ത പറയും. ചേട്ടൻ എന്തൊക്കെ പരിപാടികൾ കാണണ്ടാവും, ഞാൻ അത് അന്വേഷിക്കാറ് പോലുമില്ല. അപ്പം എനിക്കിഷ്ടമുള്ളത് ഞാൻ കണ്ടോട്ടെ എന്ന് വിചാരിച്ചുകൂടെ, സമ്മതിക്കില്ല കാണാനായിട്ട്. അപ്പം ഞാൻ ആ ടൈമിൽ കാണാൻ പറ്റില്ല, ഏഷ്യാനെറ്റിൽ വരുന്ന ടൈമിൽ. അപ്പോൾ യൂട്യൂബിൽ കാണും, യൂട്യൂബിൽ രാത്രിക്ക് ഇരുന്നിട്ടാണ് കാണാം. അതെന്താണെന്നറിയോ, വെറുതെ ഈ ആവശ്യമില്ലാത്ത ഈ പരിപാടി കാണണം നല്ലത്. സരിതരെ ക്ലാസ് എടുത്തുകൂടെ എന്ന് ഞാൻ ചോദിച്ചത്. ഇല്ല ക്ലാസ് എടുക്കൽ നിർത്തി അവള്. ഈ വീഡിയോ ഇത് കണ്ടിട്ടേ ക്ലാസ് എടുക്കൽ നിർത്തി. വെറുതെ സമയം കളഞ്ഞ് രാത്രി 12-1 മണി വരെ ഇരുന്ന് കാണുന്നത്. അതുകൊണ്ടാണ് ചീത്ത പറഞ്ഞത്. അല്ലാണ്ട് ഈ സരിത ഏതൊക്കെ വീഡിയോ കാണണമെന്നുള്ളത് ഞാൻ എന്തിനും ശ്രദ്ധിക്കില്ല. ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ വല്ല കുഴപ്പമില്ല. അത് ക്ലാസ് എടുക്കണ്ടായിരുന്നു ആ സമയത്ത്. ക്ലാസ് എടുക്കൽ അല്ലല്ല, ക്ലാസ് എടുക്കൽ നിർത്തി നീ. അതാണ് ഇപ്പൊ 5ാമത്തെ 6ാമത്തെ എപ്പിസോഡാ വന്നിട്ടുള്ളത്. എനിക്ക് അറിഞ്ഞൂടാ നീ ബിഗ് ബോസ് അത് തുടങ്ങിയത് ചേട്ടൻ നോക്ക്. ബിഗ് ബോസ് അതല്ല, ബിഗ് ബോസ് എന്റെ പേര് അറിയില്ലെന്ന് പറഞ്ഞാൽ മോഹൻലാലിന്റെ ആരാധന പിടിച്ച് തല്ലും നിന്നെ, നമ്മളെ നിന്നല്ല എന്നെ. അത് സാരല്ലേ, അത് അറിയില്ല എന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു. തല്ലിപ്പൊളി പരിപാടി അതല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് എത്ര, ഞാൻ കാണാന്ന് പറഞ്ഞത് എത്ര നന്നായി. ആ സമയത്ത് നല്ല രസമുള്ളതായിരുന്നു. ആ രസമില്ല അല്ലേ, എപ്പോഴും ഒരേ രസം തന്നെ. അതെ അത് തുടങ്ങിയ സമയത്തില്ലേ, ഞാൻ 6ാം ക്ലാസ് 7ാം ക്ലാസ് 8ാം ക്ലാസ് 3 ക്ലാസ്സിന്റെ വീഡിയോസ് ആ സമയത്ത് ഒരേ സമയം ഇടുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വീട്ടിലത്തെ എല്ലാ ജോലികളും തീർത്തിട്ട് ഈ 3 എണ്ണത്തിൻ്റെയും 3 സ്റ്റാൻഡേർഡുകളുടെയും മലയാളമല്ല ഇംഗ്ലീഷ് ഗ്രാമർ ഇടുന്നുണ്ടായിരുന്നു. പിന്നെ കരിങ്കല്ല്, പിന്നെ മാത്സും ഇതൊക്കെ 3 സ്റ്റാൻഡേർഡിൻ്റെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ശരിക്കും ഒട്ടും സമയമില്ലാത്ത പോലെയായിരുന്നു ക്ലാസ്. അത് പഠിക്കുക, പിന്നെ എടുക്കുക, അത് എഡിറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യണത് എല്ലാം ചെയ്തോടുന്നത് എൻ്റെ. അങ്ങനെ ആ സമയത്ത് നമ്മുടെ ചാനലിൽ ഞാനില്ല. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം പിന്നെ ഞാൻ കണ്ടോട്ടെ എന്ന് വെച്ചൂടെ. നല്ല മണ്ണിളകിയിട്ട് എടുക്കണല്ലേ, സുഖമല്ലേ കോരിടാൻ. തൂമ്പാണ്ടല്ലേ എൻ്റെ അടുത്ത് നമുക്ക് ഇങ്ങനത്തെ തൂമ്പിയില്ല കണ്ട, ഇത് നാശായി. ഇതാ കണ്ട, ഇങ്ങനെ ചെത്തി നാശായി പോയി. മഴയില് നമുക്ക് കനത്ത നഷ്ടം സംഭവിച്ചു. നടക്ക് എല്ലാവർക്കും വാഴേ മറിഞ്ഞു വീണു. നോക്കി ഒടിഞ്ഞ് നേന്ത്രവാഴലാണ്ട നമ്മുടെ 4 ഒരെണ്ണം പിന്നെ മുന്നേ ഒടിഞ്ഞ് കിടക്കുന്നതാണ്. അത് പിന്നെ നശിച്ചു. ഇതിൽ ചെരിഞ്ഞു കണ്ട ഈ നേന്ത്രക്കൊല. ഇത് കണ്ട കൊല വന്ന കൊലീന് കണ്ട, കൊല വന്ന കൊലയാണ്. ആ കൊല വന്ന കൊല, വാഴയല്ലേ. ആ കൊല വന്ന വാഴ ഒക്കെ കിടക്കാൻ. ഇത് കണ്ട നല്ല കൊലയായിരുന്നു. ഇത് ഇവിടെ ഒടിഞ്ഞത് കണ്ട. ഞാൻ ഇന്ന് പുറത്താണ് സരിത. ഈ റോബസ്റ്റ് നോക്കിയാൽ നിനക്ക് ആഗ്രഹിച്ച് മോഹിച്ച് നട്ട ഒരു റോബസ്റ്റാണ് സരിതയ്ക്ക്. അത് ചെരിഞ്ഞു. എളാങ്കടുത്ത് വന്നിട്ടേ കുഴി കുത്തിയിട്ട് നിരത്തി കെട്ടണം. ഒരു കൊല കളയുണ്ടല്ലോ, പറന്നു പോവും മനുഷ്യൻ, പറന്നു പോവും. തൃശ്ശൂരൊക്കെ മറ്റേ ബൈക്കൊക്കെ ബൈക്ക് പറന്നില്ല എന്നുണ്ട്, ഹെൽമെറ്റ് പറന്നു. ബൈക്ക് പറന്നു പോയിട്ട് വാർത്ത അല്ല, ബൈക്ക് പറന്നു പോയിന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ മനോരമയിൽ ന്യൂസും ഇതുണ്ടായിരുന്നു, പത്രത്തില് ഫോട്ടോ. ബൈക്ക് പറന്നു പോയി, ഹെൽമെറ്റ് പറന്നു പോയി. അല്ല ചേട്ടന്റെ വാഴകളൊക്കെ വീണത് ശരിയാക്കൽ കഴിഞ്ഞാ? അതെ, വീണുണ്ടോ വല്ലതും? അതെ, മഞ്ചേരിക്കുള്ളെന്ന് പറഞ്ഞിട്ട് അതിന് ഊണ് വേണ്ടെന്നൊക്കെ പറയാം. ചരിച്ചിലൊന്നുമില്ല. ഇത് മഞ്ചേരിക്കുള്ളനെ ഹൈറ്റ് ഉണ്ടല്ലോ. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് ഇനി അട്ടറിൽ നിൽക്കണ കാരണമാണോന്നും പറയാൻ പറ്റില്ല.
അത് ശരി. അതിനിങ്ങനെ പട്ട കൊണ്ട് ഇങ്ങനെ കുത്തിച്ചാരി വെച്ചേക്കാല്ലേ. അവിടെ വീണ് എടുക്കണത്. അപ്പൊ ഊണെടുത്ത് ഇതൊക്കെ ചെരിഞ്ഞു അല്ലേ? അല്ല ഇത് നമ്മുടെ മറ്റേ ഇതല്ലേ കദളി, ചെങ്കദളിയാ. തിരുവനന്തപുരത്തൊക്കെ കണ്ടുവരുന്ന ഒരു ഇനം വാഴ. വാഴക്കൊല കാണുള്ളേ. ഇത് കടടക്കം പറിച്ചു കളഞ്ഞല്ലേ? ഇതിന്റെ വേറെ കട പറിച്ച ഇതിന്റെ പറിച്ച നടന്നില്ല. ഇതൊരു കന്ന് ഇവിടെ നിന്ന് നടന്നു. ചാണ അടുത്ത വണ്ടി അടിക്കാറായില്ലേ അല്ലേ ചേട്ടാ? ഇനി അടിക്കണ്ടേ? പണികളൊക്കെ തുടങ്ങിട്ട് അടിക്കണ്ടോ? നട്ടതാ അവിടെ തന്നെ മുളച്ചതാ? നട്ടത് പറിക്കുമ്പോ കാണിക്കാം. പ്ലെയിൽ അജുവിന്റെ നടലത് ഞാൻ നട്ടതാണ്. അവിടെ ആ സോളാരടുത്ത് ഒരു തടം അജു നട്ടുണ്ടായിരുന്നില്ലേ? അത് കണ്ടിട്ട് ഞാൻ നട്ടതാണ്. ഇത് കടയ്ക്കൊന്ന് പൊക്കിയോ കടന്നില്ലേ? 3 മാസമാവണല്ലോ. അതൊക്കെ കുഴപ്പമില്ല. അല്ല വേണ്ട വേണ്ട, ചേട്ടന്റെ പണിയാണല്ലേ ചേട്ടാ അത്. ഇടയ്ക്കിടയ്ക്ക് പറിച്ചു നോക്കല്, വേര് വന്നോ വലുത് വന്നോ നോക്കി. അല്ല എന്നാലും നമുക്കൊരു മനസ്സമാധാനത്തിനാണ്. ഇവിടെ യാതൊരു മനസ്സമാധാന കുറവില്ല അല്ലേ? മഞ്ചേരി കൊള്ളനാന്ന് പറഞ്ഞിട്ട് 12 അടി ഉയരണ്ടല്ലോ. അത് അട്ടല്ലേ? അല്ല എന്നാലും കുള്ളൻ തന്നെയാണല്ലോ. ഇത് മഞ്ചേരി തന്നെയല്ലേ? മഞ്ചേരി കുള്ളൻ ഞാൻ ആദ്യമായിട്ട് കഴിക്കണ. എന്താ ടേസ്റ്റ് ഉണ്ടാവാ അല്ലേ ചേട്ടാ ആദ്യമായിട്ട് കഴിക്കണേ? അത് വെച്ചവർക്ക് വലിയ ലാഭമൊന്നുമില്ല, കൃഷിക്കാർക്ക് ലാഭമില്ല എന്ന് പറഞ്ഞു. നമ്മുടെ അവിടെ താട്ടാ. ഈ മഞ്ചേരി അല്ലെങ്കിൽ വയനാടുള്ളവർക്ക് ഗുണമായിരിക്കും. എന്താ എന്റെ കൊല വലിപ്പം കുറവാണോ? വാഴക്കൊല ആകെ 3 പടല വീട്ടിലേക്കുള്ള ആവശ്യം ഉദ്ദേശിക്കുന്നുള്ളൂ. വീട്ടിലേക്ക് വെക്കാൻ നല്ലതാ. അങ്ങനെ ഊണൊന്നും ഇടാണ്ട്. ഊണ് വേണ്ട, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോ ഒരു വാഴ വെച്ചിട്ടുണ്ടെങ്കിൽ 150 രൂപ ഏറ്റവും കുറവ് വേണം ഒരു ഊണ്. ഊണ് എന്ന് പറഞ്ഞ ഇതല്ലട്ടാ, കുത്തു കൊടുക്കില്ലേ കാൽ. അല്ല വീഡിയോയില് പറയാ ഞാൻ ഊണിടാന്ന് പറഞ്ഞാലേ വേറെ സ്ഥലത്തുള്ളവർക്ക് ഊണ് എന്ന് പറഞ്ഞാ ഭക്ഷണം കഴിക്കില്ലാണല്ലോ. താങ്ങ് കൊടുക്കണേനെ പറഞ്ഞാണ് ഇത് കണ്ടെങ്ങനെ. അപ്പൊ ഇതിടാനായിട്ടൊരു ചെലവാണല്ലോ. അപ്പൊ ഇങ്ങനെ ഉയരം കുറഞ്ഞ വാഴയാകുമ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ആ ചെലവ് ലാഭിക്കാം. കിട്ടിക്കൊണ്ടിരിക്കും. അത് ശരിയാ. അപ്പൊ ഇതൊന്ന് ഞങ്ങൾ കൂട്ടാനുരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും നല്ല പോലെ ഇപ്പുറത്തെ ഞാൻ ശരിക്കും നേന്ത്രവാഴ വെക്കേണ്ടിയിരിക്കുന്നു. ഓ അത് കൊറേ ഇട്ടുണ്ട് അല്ലേ? അന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞു ആ പച്ച ചാണറല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ കോരി ഒക്കെ ഇട്ട് കലക്കി. ആരും സഞ്ചരിക്കാത്ത വഴികളിൽ കൂടെ മാത്രം ചേട്ടൻ സഞ്ചരിക്കുള്ളൂ. അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ളത് പിന്നെ അല്ല ചേട്ടൻ പിന്നെ ഇവിടെ നിറച്ച് വെച്ചിട്ടുള്ള കാറുണ്ട്. പിന്നെ പടല കിട്ടും. അല്ല ചേട്ടാ ആവുമ്പോ കൊണ്ടുവന്നരും. ഇതേ പഴുത്തുണ്ട് കേട്ടോ, അല്ലെങ്കിൽ പച്ച വേണമെങ്കിൽ ചേട്ടാ അത് പറഞ്ഞിട്ട് ഉരിഞ്ഞോട്ടോ എന്ന് പറഞ്ഞിട്ട് അത് കാരണം കൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അല്ലാണ്ട് ചേട്ടൻ വെച്ചിട്ടല്ല. നാട്ടിൽ പോയിട്ട് വന്നിട്ടില്ല. ഈസ്റ്റർ ആയിട്ട് നാട്ടിൽ പോയിട്ടില്ലേ? ഇനിയിപ്പോ ആ തോട്ടിൽ എടുക്കണ വേസ്റ്റ് ഒക്കെ കൊണ്ടിടുന്നുണ്ട് അവിടെ റോട്ടിലെ കൊണ്ടിടുന്നു. ചേരാട്ടത് എത്ര പൊക്കിണ്ട്. അപ്പൊ ഞാൻ 2 സൈഡ് ഞാൻ പൊട്ടിച്ച കട്ടയും അവിടെ കുറച്ച് കരിങ്കല്ലുണ്ട്. അത് അവരെ ഉയരത്തിന് കെട്ടാൻ പറഞ്ഞു. അതിന്റെ ഉള്ളിൽ ഞാൻ പരമാവധി അടിച്ചു പൊട്ടിച്ചിട്ട് കട്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അത് 3 ദിവസം ഉണ്ടായ അണ്ണ ഇവിടെ കൊണ്ടിരുന്ന ഒരു ദിവസം പൊട്ടിക്കാനും വേണം. ഒരു 5000 രൂപ അതിന് പോവില്ലേ? അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് ആലോചിക്കാന്ന് പറഞ്ഞു. 10 മിനിറ്റ് പിടിക്കുന്നു വെളിച്ചെണ്ണ ജ്യൂസ് അടിക്കാൻ. പതുക്കെ മുങ്ങിയപ്പോഴേക്കും ക്യാമറന്റെ ജഗുന് കാലത്ത് തരം ജ്യൂസ് ഉണ്ടല്ലോ അത് കുടിക്കാൻ. അതേ അല്ലാണ്ട് അങ്ങെടുത്തു നമ്മുടെ റോബസ്റ്റ് വാഴനെയൊക്കെ നേരെ നിർത്താൻ പോവാണ്. പറമ്പിനെ നീ കുറച്ച് വിത്തൊക്കെ വാങ്ങിച്ചോണ്ട് ശരിയാക്കി എടുക്കണല്ലോ ചേട്ടാ. ഇങ്ങനെയുണ്ട് ഇത് അങ്ങടെ ചെരിഞ്ഞ ഫസ്റ്റത്തെ കേട്ടോ. സാധാരണ റോബസ്റ്റ് വാഴയ്ക്കൊന്നും ഊന്നിടേണ്ട ആവശ്യമില്ല സരിത. അല്ല കാറ്റല്ലേ കാറ്റ് കാറ്റ് കാറ്റ്. ചായ കാപ്പിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരാന്ന് പറഞ്ഞിട്ട് എന്തിനായി? പാലില്ല
കട്ടൻ ചായ ഉണ്ടാക്കാറുന്നില്ലേ? കട്ടൻ ചായ കുടിക്കാൻ ഒരു മൂടില്ലേ ചേട്ടാ, പാല് വാങ്ങിച്ചിട്ട് പോയോ? ഇപ്പോൾ ഞാൻ ഈ മണ്ണ് മേത്തുമായിട്ടും ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നിനക്ക് നമ്മളെ വാങ്ങിച്ചു കൊണ്ടാൻ പറയാനായിട്ട് എനിക്ക് എങ്ങനെ തോന്നി? എങ്ങനെ ധൈര്യം വന്നു എന്നാണോ? എങ്ങനെ ധൈര്യം വന്നു എന്നാണോ? എങ്ങനെ തോന്നുന്നു എന്നുള്ളതാണ്. ഓ എന്തുട്ടാളങ്കല്ലേ, ഭയങ്കര അങ്ക. എത്ര കിലോ ഉണ്ട്? അത് പൊക്കി കഴിഞ്ഞാൽ ഈ മനുഷ്യൻ നാട്ടിൽ ഓടിക്കും. ഈ ഓടിഞ്ഞു വേണ്ടി വളരെ 2 വട്ടം കാപ്പിനെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞാൽ ചേട്ടൻ വീട്ടിൽ പാല് വാങ്ങിച്ചിട്ട് വരും. അല്ല ചേട്ടാ, ആ കാപ്പിയുടെ മണം ഒന്ന് ആലോചിച്ച് നോക്കി ചേട്ടൻ. എന്തൊട്ട് കാപ്പിയുടെ മണാണെങ്കിലും ഞാൻ കൂലിയ. ഇത് നോക്കിയ പശുവിന് കൊടുക്കണ പുല്ല്. അയ്യോ അഗീന് ചേച്ചിയോട് പറയായിരുന്നു അല്ലേ? കണ്ട ചള്ളു പോലെ ഒടിഞ്ഞതാന്ന്. വാടങ്ങനെ ഇങ്ങനെ ഇത് ഊരിട്ട് അതിന് കൂട്ടാം. എന്തൊരു കഷ്ടം ഉണ്ടായേ. അല്ല നമുക്ക് കാറ്റിനി ഉണ്ടാവും. നമുക്കിത് വലിയ നഷ്ടമൊന്നുമല്ല. ഈ സാധനം ചേട്ടാ, ഇതൊരു പ്രൈമർ അടിച്ചിട്ട് പെയിന്റ് അടിക്കണതുമേ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണിലുള്ള ഭാഗം തുരുമ്പ് വരും ചേട്ടാ. എത്ര വട്ടം പറഞ്ഞാലും കാര്യമില്ലേ. നീ പെയിന്റ് അടിക്കാം. ഞാൻ അടിക്കാം. ഇതിപ്പോ എനിക്കൊക്കെ ചെയ്യാവുന്നോളൂ. എനിക്ക് ജഗ്ഗു ചെയ്യോ അല്ലെങ്കിൽ ഇതെന്തുട്ടാ കാണിക്കണത്? സർക്കസ് ആണോ? അതല്ല, ഇതിന് വീതി കൂടുതലാ. ഒരു മിനിറ്റ്, ഒരു ഇത്തിരി കൂടി താത്തിട്ട്. അല്ലെ പിന്നെ ഊണ് വീഴാണ്ടിരിക്കുക, അതിന് വേറെ കുത്തു കൊടുക്കേണ്ടി വരും. അല്ല നമുക്ക് ഞാൻ പറഞ്ഞു വന്നിട്ട് അറിയോ, നമുക്കൊന്നും ഇതൊരു നഷ്ടമല്ല. ഒരു കാര്യത്തിൽ ഈ കൃഷിയിൽ 1000കണക്കിന് വാഴകൾ വീണവരെ കാര്യം അവിടെ അവർ ജന്മം പോയി. അതൊക്കെ കുറെ ലോൺ എടുത്തിട്ടൊക്കെ ചെയ്യണ കൃഷിക്കാരുണ്ടോ. അവർ കാര്യം നിലച്ചു ജീവിതം വഴിമുട്ടാണ്. പിന്നെ ഒറ്റടിക്ക് പിന്നെ ഈ മറ്റേതൊക്കെ ഭയങ്കര കൊതുക് കിട്ടാ ചേട്ടാ. പന്നികളും കാട്ടാനകളും ആനകളൊക്കെ വന്നിട്ട് കൃഷി നശിപ്പിക്കുന്ന കാര്യം ആലോചിക്കുക. ഇല്ല, ആലോചിക്കില്ലേ? ആലോചിക്കണ്ട. ആലോചിക്കും. ഇപ്പോഴും താന്നിട്ടില്ലേ? അല്ല, അവിടെ നിന്ന് അങ്ങോട്ട് താഴ്ന്നില്ലേ? കണ്ട അവിടെ വില കല്ല വിലതുണ്ടാവും ചിലപ്പോ. മതി. ഇത് മറിയില്ലേ? അല്ലെങ്കിൽ ഇതിന് ഇനി വേറെ കുത്തു കൊടുക്കേണ്ടി വരും. അതിന് ഞാനേ എന്തേലും ചെയ് ചേട്ടൻ്റെ. ഇതിന് വീഴില്ല. താങ്ങ ഊന്ന് വീണതല്ല, ഊന്ന് ഒരിക്കലും വീഴില്ല. അതെന്തൊരു സംഗതി എന്നറിയോ? വളരെ തലക്കിലോട് കൂടി നീ ഇതിന് വെറുതെ പിടിച്ചിരുന്ന താങ്ങ പിടിച്ചേക്ക്, വെറുതെ പിടിച്ചേക്ക്. നേരെ 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 ചെരിഞ്ഞിട്ടേക്കണത് കണ്ട ഇങ്ങനെയൊക്കെ. ശരി, നാപ്പതില് പിടിക്ക്. പിടിച്ചിട്ടുണ്ട്. കാലത്ത് ചായ കുടിക്കാത്ത ഔതില്ല ചേട്ടാ. നിനക്കുന്നുണ്ടോ അത് ഇവിടെ ഇങ്ങനെ പിടിക്കില്ല വേണ്ടോ? കണ്ട അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. പ്രയാഗിണ്ട് ഇവിടെ. ഇനി എന്താ ഉറങ്ങുന്നുണ്ട്. അവളേ രാത്രി എണീറ്റു. രാത്രി അല്ല, നേരെ വിളിക്കാറായപ്പോ ഒരു 4 മണിക്ക് ആയിട്ടുണ്ടാവും. ചെവിയിൽ പ്രാണി പോയിട്ട്. അയ്യോ പാവം. അതെന്നെ വിളിച്ചിട്ട് അമ്മായി എൻ്റെ ചെവിയിൽ എന്തുട്ടോ പെടയണ പോലെ. അപ്പം ഞാൻ പ്രാണി പോയിണ്ടാവോ വാവേ എന്ന് പറഞ്ഞപ്പോൾ അതല്ല ചെവി ഇത്തിരി വേദന എടുക്കണ്ട്, പ്രാണിയൊന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്ക് അപ്പം തന്നെ ഒന്ന് നോക്കിയാൽ മതിയായിരുന്നു. അങ്ങനെ കിടന്നിട്ട് ഞാനും ഉറങ്ങിയിട്ടില്ല, അവൾ ഉറങ്ങിയിട്ടില്ല. ഇത്തിരി കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു വീണ്ടും ചെവിയുടെ ഉള്ളിൽ എന്തോ പതയണ പോലെയെന്ന്, പതഞ്ഞ് വരണ പോലെയെന്ന്. അപ്പം ഞാൻ കണ്ണാടൊക്കെ വെച്ചിട്ട് ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ ഒരു ഉറുമ്പാന്ന് തോന്നുന്നു, എന്തിട്ടോ ഒരു സാധനം ഞാൻ ഇരിക്കുന്നുണ്ട് ചെവിയുടെ ഉള്ളിൽ. വേഗം തന്നെ അതിനെ കൊണ്ടുവന്ന് ഉപ്പ് വെള്ളം എടുത്തിട്ട് ചെവിയിലൊക്കെ ഒഴിച്ച് കുറച്ച് സമയം ഹാളിൽ കിടന്ന് പിന്നെ ചെവിയൊക്കെ ക്ലീൻ ചെയ്ത് അപ്പോൾ ഓക്കെ ആയിട്ട് ആൾ അപ്പം കിടന്ന് ഉറങ്ങിയതാ. അതായത് അപ്പം എണീക്കില്ല രാത്രി. അപ്പോഴാണ് എന്നോട് പറയണേ കുറേ നേരം ഇന്ന് തുടങ്ങിയിട്ട് പറയാണ്ടിരിക്കുന്നത് പാവം. നിനക്ക് മാത്രല്ല അമ്മ പിടിച്ചെന്നെ വാളനെ നീ നടത്താൻ പോ. അതെ നിനക്ക് മാത്രല്ല, ചെറുപ്പകാലത്തെ കുഞ്ഞിതായിരിക്കുമ്പോ നീ ചെറുപ്പത്തേക്ക് ഇങ്ങനെ നിൽക്ക്. എനിക്ക് ചെറുപ്പത്തിലേ കുഞ്ഞികളായിരിക്കുമ്പോ ഇങ്ങനെ രാത്രിയില് അന്ന് മണ്ണെണ്ണ വിളക്കൊക്കെ അല്ലേ, അമ്മ ഇങ്ങനെ ചെവിയില് എനിക്ക് ചെവിയിൽ പ്രാണി പോവാന്ന് പറഞ്ഞ സാധനമൊക്കെ ഇവിടെ വന്നതിന് ശേഷാട്ടാ. എന്റെ വീട്ടിലൊന്നും ഇങ്ങനെ പ്രാണികളില്ലേ, അത് കാരണം കൊണ്ട് നമുക്ക് ഇതറിയില്ല. ഇവിടെയാണെങ്കിൽ പ്രാണികളാണ് വീട് മുഴുവൻ. അവിടെ ഒന്നുമില്ല. അപ്പൊ ക്രാവിന് അത് കാരണം അകത്തേക്ക് വരുമ്പോ ഇങ്ങനെ നടക്കുമ്പോ അയ്യോ ദേ ഉറുമ്പ് പോണു, ദേ 8 കാലി പോണു, ദേ പല്ലി പോണു, ദേ പാറ്റ പോണു. അതിന് അത്ഭുതം ഇവിടെ വന്നിട്ട് ഓരോന്ന് കാണുമ്പോ. അവിടെ ഒന്നുമില്ലാത്ത കാരണേ ഇവിടെ. പിന്നെ ഇപ്പൊ എനിക്കിത് കണ്ട് ശീലായി ഇവിടെ.
ഉറുമ്പുകൾ ചെറുപ്പത്തിൽ പ്രാണിയും ഇതൊക്കെ പോകുമ്പോൾ അമ്മ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് ഇങ്ങനെ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനെ നമ്മളവിടെ കിടത്തും ഇറയത്ത് കിടത്തും രാത്രി 12 മണി 1 മണി നേരത്തേക്ക് ആവും ഇങ്ങനെ. അപ്പം ഈ വെള്ളം ഉപ്പ് വെള്ളം ചെവിയിലാണ്ട് ഒഴിക്കും മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ. അപ്പം കിട്ടി കുടിച്ചാൽ അത് വെള്ളം ഇങ്ങനെ ഇറങ്ങണ ഒരു സുഖമുണ്ട്. ഓ എന്തൊരു സുഖമാണെന്ന് അറിയത്. ഇന്നാള് രാത്രി ഇതുപോലെ ചേട്ടൻ ചാടി എണീറ്റ് കൂട്ടിയേ ചെവിയിൽ പ്രാണി പോയിടി എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാനിതുപോലെ ഉപ്പുവെള്ളം ഒഴിച്ച വശം തന്നെ ഒരു കറുത്തുറുമ്പില്ലേ, മറ്റേ കാശുറുമ്പ്, കാശുറുമ്പ് എന്ന് പറഞ്ഞില്ലടാ, പണുറുമ്പ്, കിക്കിളി ഉറുമ്പ് എന്നൊക്കെ പറയണത്, കടിക്കാത്ത ഉറുമ്പില്ലേ, കുഞ്ഞ കറുത്തുറുമ്പ്, അതൊരെണ്ണം പൊന്തി അച്ഛൻ്റെ ചെവിയിൽ. പലതരം ഉറുമ്പുകൾ. വാ ഇതുകൂടി കെട്ടട്ടെ, ഒരു വട്ടം കൂടി ഒരെണ്ണം കൂടി കെട്ടണം. ഒരെണ്ണം മാത്രം കെട്ടിയാൽ പോരാ. അത് കഴിഞ്ഞിട്ട് ഇതിന് നിർത്തണം. നീ ഇപ്പോൾ ഒരു സ്ഥലത്തേക്കും പോകണ്ട, ഇതിന്നിപ്പോൾ താങ്ങി പിടിച്ചേക്കാൻ വേണം. ഞാൻ പോണില്ല. റോബസ്റ്റ് പിന്നെ അല്ല, അത് എണീറ്റ് ഞാൻ ലൈറ്റ് നോക്കുമ്പോൾ നമ്മളെ കാണില്ലേ, അത് പേടിക്കും. പുറത്തേക്ക് വരാൻ ആൾക്ക് പേടിയാ, പട്ടികളെ ഭയങ്കര പേടിയാ. റോബസ്റ്റേ വലിയ ഉയരം വയ്ക്കുക. റോബസ്റ്റ് 3 പുറക്കാറില്ലേ നമ്മുടെ അവിടുത്തെ വലിയ. ഇപ്പോൾ നിൻ്റെ വലിപ്പുണ്ടാവും ഓരോ കായ്ക്കൊല. നമ്മുടെ പണ്ട് കാലത്ത് ഇതിപ്പോൾ ഇവിടെ എത്തുമ്പോൾ കൊലയ്ക്കും. ഇത് ഇങ്ങനെയുണ്ട് വന്നിട്ട് ഇങ്ങനെയുണ്ട് ശരിക്കും ഇത്രയ്ക്ക് നിലത്ത് മുട്ടും കൊല. റോബസ്റ്റ് പോലെ ഇതിന് രക്ഷപ്പെടാൻ സാധ്യത കുറവ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇവിടെയാണ് ഒടിഞ്ഞു പോകുന്നത്. കണ്ട അതിന് നിവർത്തണ്ട, അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ. അത് കായ മൂത്തിട്ടില്ലല്ലോ, ഇല്ല തുടങ്ങിയല്ലോ കായ. ഇതിന് കാര്യമില്ല, ഇത് വെട്ടിക്കളയാൻ. അങ്ങനെ കിടന്നിന് മൂക്കൂല്ല അല്ലേ? ഇത് മൂക്കില്ല, ഇത് ഒടിഞ്ഞു ശരിക്കും. കഷ്ടം. ഊണിട്ടത് ബലല്ലാണ്ടാകണ്ട. ഊണിട്ടത് ബലല്ലാണ്ട് ഞാൻ ഈ കൊലക്കെട്ട് ഈ കൊലേരെ അവിടെ കെട്ടിയില്ല, അതാണ് ഒടിഞ്ഞത്. അല്ലാണ്ട് വേറെ ഒന്നുമല്ല. കുറ്റം നമ്മുടെ തന്നെയാണ്. അല്ലാണ്ട് ഇപ്പം ഞാനിതിൽ കാറ്റിനെ പഴിച്ചാരനൊന്നുമില്ലേ. അപ്പം പയ പഴുത്തു തുടങ്ങിയിട്ട് ചേട്ടാ പൊട്ടിച്ചില് ചിലപ്പോൾ കുയില്. ഇത് ഞാൻ ആക്കാം, സെറ്റാക്കാം. ഏത് ഇങ്ങോട്ട് വാ, പപ്പായനെ പൊട്ടിക്കാം. ചേട്ടൻ ഈ സോളോ ടാങ്ക് നിറച്ചിട്ടുണ്ടായിരുന്നാ ഇന്നലെ എങ്ങാനും? മഴയത്ത് ഇത്രക്ക് നിറഞ്ഞോ വിചാരിച്ചു ഞാൻ. ഉള്ളി പറിക്കാറായിട്ടില്ല, എല്ലാ ഉള്ളിയും പറിക്കായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ പപ്പകായ പൊടിയില്ല, നീ പൊടിക്കുന്നത് കാണാനാണ് സന്തോഷം. നീളനാ റെഡ് ലേഡി പറഞ്ഞിട്ട് തന്നതാ. നീളനാണ്. എന്തിട്ട് എങ്ങനെയാ റെഡ് ലേഡി നീളത്തിൽ തന്നെയാ, പക്ഷെ ഇത്ര നീളത്തിൽ കണ്ടിട്ടില്ല അല്ലേ? ഉണ്ടച്ചിട്ടുള്ളവരുണ്ട് ഹണി ഡ്യൂ. ഇതെന്തൊരു ചേട്ടാ ഒരു ചെടിയായിട്ട് നിക്കണേ, ബീൻസിന്റെ വള്ളി എന്ന് പറഞ്ഞിട്ട്. അതിങ്ങനെ പടരും, കണ്ടാ നല്ല വളർച്ചയാ. പടരണതാണല്ലേ ശരിക്കും ഒരു ചെടി നിക്കണ പോലെ ഉണ്ട്. മറ്റേ ഇതില്ലേ നമ്മുടെ ഈ പുന്നത്തൂർ കോട്ടയിൽ കണ്ടിട്ടുള്ള ഇതില്ലേ പേരാല്, അതിന്റെ ഇലരെ പോലെയും ഒക്കെ രൂപഘടനയില്ല. പേരാലങ്ങാനാണോ? ചേട്ടാ വിളിക്കുന്നു ജഗ്ഗു ജ്യൂസ് കുടിച്ചിട്ട് വന്നോ? അപ്പൊ ഞാൻ ആ വാഴ ശരിയാക്കട്ടെ. ചേട്ടാ പാല് വാങ്ങിച്ചിട്ട് വന്നു, കാപ്പി ഉണ്ടാക്കി തരുമോ? ഓ എനിക്കിത് കേൾക്കുമ്പോഴാ കുത്തുതരും ഞാൻ. അപ്പൊ എനിക്ക് കമ്പോസ്റ്റ് കുഴി വാഴ കുഴി അല്ല വാഴയ്ക്ക് അത് പാല് ഈ ക്രിസ്റ്റവറിന്റെ അവിടെ വരെ പോയിട്ട് വാങ്ങിക്കാൻ 5 മിനിറ്റ് വേണ്ട. ഈ വർഷത്തില് അല്ല സ്കൂട്ടറില്ലേ? സൈക്കിളും പോയിട്ട് വരുമ്പോ 1 മണിക്കൂറാവും. സ്കൂട്ടർ സർവീസിന് കൊടുത്തത് ഇപ്പൊ പാല് ചായ കുടിച്ചിട്ട് നമുക്ക് നടത്താൻ പറയാം. അപ്പോഴത്തേക്കും ജഗ്ഗു പോയിട്ട് അമ്മ അല്ല വലിയച്ഛൻ്റെ അവിടെ പോയിട്ട് ജ്യൂസ് കുടിച്ചിട്ട് പോരെ. അല്ലാതെ എവിടേക്കാണ് ഉന്തി കൊണ്ടോണേ? നടക്കും, ഞാൻ വാങ്ങിച്ചു തരുന്നത് നിനക്ക്. ഞാൻ വാക്ക് മാറി. എന്ത് പിന്നെ വണ്ടി ഓടിപ്പിച്ചറിയോ? 100 വട്ടമായി പറയണത് വണ്ടി ഓടിപ്പിക്കുന്നത്. നമ്മൾ സ്വയം ഇവിടെ ഇരിക്കുന്ന സാധനം നമ്മൾ ഉപയോഗിച്ചാലല്ല ഇതിൽ താല്പര്യം ഉണ്ടോ കീൽപ്പര്യം ഉണ്ടോ എന്നറിയില്ല. ഇതൊരു ചുക്കൂല് വെറുതെ അവിടെ നിന്നിട്ട്. ഞാൻ വണ്ടി ഓടിപ്പിക്കണത് ചേട്ടന് പേടിയില്ല. വണ്ടി ആദ്യം വീട്ടിലിരിക്കുന്ന സാധനത്തിനോട് ഒരു താല്പര്യം വേണം. നമ്മൾ ഉപയോഗിക്കുന്ന സാധനം എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ കാര്യമല്ലോ. അല്ലാതെ താല്പര്യം സരിത പറയും എനിക്ക് സംഗീതം പഠിക്കുന്ന ആഗ്രഹമുണ്ട്. അല്ല ഞാൻ പറയുന്നത് ഒരു ഉദാഹരണം അല്ല, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. അപ്പൊ സംഗീതം പഠിക്കുന്ന ആഗ്രഹമുള്ള ഞാൻ സംഗീതം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ സരിത പറയും അവർക്ക് ഇത്തിരി ടേസ്റ്റുള്ള ഇത് കാര്യങ്ങളിലേക്ക് പോയാൽ പോരെയെന്ന് ചോദിക്കും. അതായത് നിനക്ക് വണ്ടി ഓടിപ്പിക്കാൻ ടേസ്റ്റ് ഇല്ല, മനസ്സിലായ? ചേട്ടനെ പാല് വാങ്ങിച്ചിട്ട് വാ.
രഘു പോയിട്ട് ജ്യൂസ് കുടിച്ചേ വെല്ലിശന്റെ ചീത്ത വെക്കും. ആ നീ എന്തെങ്കിലും ഇങ്ങോട്ട് വന്ന് നിനക്ക് അവിടെ നിന്ന് പോയാൽ മതിയായിരുന്നില്ലേ? മറ്റേ പൈസ എടുത്ത് പോയിട്ട് വരാം. ഈ വസ്തുതന്നെ പോവല്ല. സരിതര ചെരുപ്പ് ഉണ്ട്, ആ ചുവപ്പ് ചെരുപ്പ് കടിച്ചു മുറിച്ചു. ഏയ് ഏത് ഞാൻ എത്ര നേരം അതല്ല ഇട്ടോടന്നേ, അതെപ്പം മുറിച്ചു? ഇപ്പന്നെയാ ഇതല്ലേ മുറിച്ച്, മറ്റേ മുറിച്ച ദേടി. ആ കുറച്ച് കടി വീണിട്ടെന്നുള്ള മുറിച്ചിട്ടില്ല. മറ്റേ നല്ല ചെരുപ്പ് മുറിച്ചത്. നിമിഷം മുറിയല്ലോ നോക്കിയത്. അയ്യോ അത് പിടിച്ച് വലിച്ച് പൊട്ടിക്കല്ലേ, പൊട്ടിക്കല്ലേ, അകത്തല്ലത്. അതിന്റെ മറ്റേ മൂന്നാറിലേക്ക് ഇട്ട നല്ല ചെരുപ്പാ. അയ്യോ ആരാ? ഇമ്രാൻ. ഇമ്രാൻ കടിച്ചു മുറിച്ചു. എനിക്ക് നല്ല ഇഷ്ടമുള്ള ചെരുപ്പ് അത്. അതിങ്ങനെ ഫ്ലാറ്റ് ഹീലായിട്ട് ഇട്ട് നടക്കാൻ സുഖം അത്. അപ്പൊ അതിൽ കമന്റ്സ് ഉണ്ട്, ഇങ്ങനത്തെ സ്ഥലത്ത് പോകുമ്പോൾ യാത്രയൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ അല്ലാന്ന്, മറ്റേ ഷൂ പോലത്തെ കവർ ചെയ്തിട്ടുള്ള അങ്ങനത്തെ ചെരുപ്പ് വേണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്കത് ഇത് ഭയങ്കര കംഫർട്ടബിൾ ഇട്ട് നടക്കാൻ. എനിക്കറിയാം കുറേ ദൂരം നടക്കേണ്ടി വരും, സ്ഥലങ്ങളൊക്കെ കണ്ട് നടക്കേണ്ടി വരുമ്പോഴേ, അതുകൊണ്ടാണ് ഞാൻ ആ ചെരുപ്പിട്ടെ. ഇമ്രാൻ ചാർലി, ഇമ്രാൻ അതെ ഈ ഇമ്രാനെയും ചാർലിനെയും മിനിഞ്ഞാന്നല്ലേ കൊണ്ടുപോയേ? ഇത് വരുന്നു മിനിഞ്ഞാന്ന് കൊണ്ടുപോയിട്ട് പാക്കുള്ള ഇഞ്ചക്ഷൻ ചെയ്തിട്ട് രണ്ടുപേരും. അപ്പം ചാർലിനെ കഴിഞ്ഞ കൊല്ലം ചെയ്താ, ചാർലിനെ പേളീനും ഈ കൊല്ലം എല്ലാ കൊല്ലം ചെയ്യണം നമ്മള്. ചെയ്യണം ഈ കൊല്ലം ചാർലിനെ അവർക്ക് പാല്, അയ്യോ പാല് തരാം അച്ചോ. ഞങ്ങൾ ചായ കുടിക്കുന്ന സമയത്ത് ഇവർക്ക് പാല് കൊടുക്കാറേ. ഇപ്പൊ പാലുണ്ടായിരുന്നില്ലല്ലോ, അതാണ് അവര് വന്നിട്ട് അവരെ പാത്രത്തിൽ നോക്കുന്നത്. നീ വരുമ്പോ ആ സർട്ടിഫിക്കറ്റ് എടുത്ത് തന്നെ. ഏത് സർട്ടിഫിക്കറ്റാ? ഇഞ്ചക്ഷൻ ചെയ്തത് പാക്കുള്ള. എന്തിനാ? തെളിവ് കാണിച്ചു കൊടുക്കാനാണ്. അപ്പോളേ അവിടെ ഭയങ്കര തമാശ ഉണ്ടായിരുന്നു മൃഗാശുപത്രിയിൽ ഇരുന്നിട്ടാ. ഈ ചെറുതില്ലേ ഈ നമ്മുടെ ഇമ്രാനെയും ചാർലിയും സർട്ടിഫിക്കറ്റ് ഇതാണ് സർട്ടിഫിക്കറ്റ് കേട്ടാ. വാടാ എന്നാ പാല് കുച്ചാവാ. രണ്ടുപേർക്കുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്. പാല് കുച്ചാവായോ? എൻ്റെ കാപ്പിയോടെ ആക്കിട്ടാ. രണ്ടുപേർക്കും അലമ്പുണ്ടാക്കാം. നട ചാർലിക്ക് കുറച്ച് സമയമൊക്കെ എടുക്കും. വന്നല്ലോ ചാർലി. ആ സമയത്ത് ഈച്ചേനെ കൊതുവിനൊക്കെ പിടിക്കാനൊക്കെ പോയി ഒക്കെ കഴിഞ്ഞ് എനിക്കിപ്പോൾ ഇത് വേണമെന്നൊന്നുമില്ല. ഒരു നിൽപ്പ് പോസ് കണ്ടിട്ടുണ്ടെങ്കിലേ, എന്നിട്ട് അതാണെങ്കിൽ ആ പാത്രം അടക്കം തിന്നാവോന്ന് തോന്നുന്നു. അതുപോലെ അതിൻ്റെ വെകിളി. അത് കഴിഞ്ഞിട്ട് അത് ഇങ്ങോട്ട് വരും ഇവൻ്റെ അടുത്തേക്ക്, അപ്പോൾ വരും. ഇതാണ് ചാർലിയുടെ പരിപാടി. അപ്പോൾ ഇതാണ് സർട്ടിഫിക്കറ്റ് അവരെ കേട്ടോ, പാക്കുള്ള സർട്ടിഫിക്കറ്റാണ്. സുരക്ഷിതമായിരിക്കുക. ഇനിയിപ്പോൾ അടുത്ത കൊല്ലം ഈ ദിവസം തന്നെ, ഈ മാസം തന്നെ ചെയ്യണം. അതാണിത് കണ്ടതിൽ സീലടിച്ചൊക്കെ തരും. ഇതൊക്കെ പട്ടിയുടെ പേരല്ല എഴുതാ, പകരം എൻ്റെ പേരാണ് എഴുതേണ്ട. അജിത് കുമാർ എന്നാണ് പേര് എഴുതുക. എന്നിട്ടേ ഇതിൽ ഇവരെ കൊണ്ടുപോയി ആദ്യം അവിടെ കെട്ടിയിട്ടാ. എന്താ വീഡിയോ എടുക്കാൻ? അതൊരു വ്ളോഗൊക്കെ ആയിരുന്നു. ലൈറ്റുള്ള ഇഞ്ചക്ഷൻ ചെയ്യാൻ പോയത് നമുക്കത് ശരിക്കും പറഞ്ഞൊരു വീഡിയോ ഒക്കെ ആയിരുന്നില്ലേ? അതാലോചിച്ചില്ല. അതേ ഭയങ്കര തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നായ്ക്കളിങ്ങനെ കെട്ടി ഇടുന്ന സ്ഥലങ്ങളുണ്ട് മൃഗാശുപത്രിയിൽ. അന്ന് പേളീനെ കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ ചെയ്യാൻ പോയി കണ്ടുണ്ടാവും. അപ്പോൾ ചാർലിനെയും ഇതിനെ കെട്ടിയിട്ടു. ആ സമയത്തുണ്ട് ഒരു ചെക്കൻ ഒരു അപാര ഗടാഗടിയൻ റോട്ട് വീലറിനെയും കൊണ്ടുവന്നു. വേണ്ട സാധനത്തിന് അതിന് ചങ്ങലമ ഇട്ടിട്ട് അതിനെങ്ങനെ പിടിച്ചവൻ ഇങ്ങനെ പിടിച്ച് നിൽക്കുക. ആ സമയത്തിൻ്റെ ഈ ചെടുങ്ങ് അതിൻ്റെ നേരെ എന്നിട്ട് ജാതി കുറച്ച്. അപ്പോൾ ചാർലി പിന്നിലുള്ള ധൈര്യത്തിലാണ് കേട്ടോ ഈ സാധനത്തിൻ്റെ കൊര. അത് കണ്ടു കഴിഞ്ഞ് ചിരിച്ചിരിച്ച് മണ്ണ് ഭാഗം അത് വേണ്ടത്, ഇത് എടുക്കേണ്ടതായിരുന്നു ആ ഭാഗമല്ല. ശരി ആ ചേട്ടനും ഒപ്പുണ്ടല്ലോ, ആ ധൈര്യമായിരിക്കും. എന്നെ വിട്, ഞാനിപ്പോ പോയിട്ട് അവളെ ശരിയാക്കാം. പെണ്ണല്ലേ പെണ്ണ്. ഇങ്ങോട്ട് വായോ ഇമ്രു ഒഞ്ച്. ഇമ്രുവിന്റെ മുഖം എന്താ വവ്വാലിന്റെ പോലെ ഇരിക്കണ്ടല്ലോ. അതെ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇത് പുറത്തേക്കൊന്നും പോകണില്ല. നായ്ക്കൾ ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഇഞ്ചക്ഷൻ ചെയ്തേണ്ട ഒരു ഫലമില്ല. പുറത്ത് എത്രയോ നായ്ക്കളായിട്ട് ഇടപെടുന്നത് ആവശ്യങ്ങൾക്കൊക്കെ. പിന്നെ മാത്രമല്ല വീട്ടുകൾക്ക് ഇപ്പൊ ഒരു പൊട്ടമണ മേലിൽ പേന ചൊറിച്ചില ഒന്നുമില്ല. നമ്മള് എല്ലാഴ്ച കുളിപ്പിക്കും. അപ്പൊ കുളിപ്പിക്കുമ്പോ കുറെ പേനുകൾ ഇങ്ങനെ പോവും. പക്ഷെ ചാർലിക്ക് രോമം കൊഴിയുണ്ട് ചേട്ടാ. ചാർലി രോമക്കാരനാണ്. നീറ്റാണ്. നീറ്റ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഒരു സാധനങ്ങൾ കൊണ്ടുപോയി വലിച്ചു കൊണ്ടുവന്ന് ഇതാക്കണില്ല. അങ്ങനെ നമുക്ക് മൊത്തത്തിൽ സുന്ദരി പല്ലേച്ചാ നല്ല ഡീസന്റ് പരിപാടിയാണ്. പാല് ചായ എവിടെ ഇരിക്കണു? അല്ല കാപ്പി
ഇതാണ് എടുത്ത് കുടിക്ക്. നെസ്കഫെ കാപ്പിന് ഇതിട്ടാ അടിപൊളി സാധനം. ബിസ്ക്കറ്റ് ചുള്ളന്മാരായി രണ്ടുപേരും ചുള്ളന്മാര്. കഴിഞ്ഞ കൊല്ലം ചാർലീനെയും പേളീനെയും കുളിപ്പിച്ച് ഇഞ്ചക്ഷൻ ചെയ്യാൻ ചേട്ടൻ കൊണ്ടുപോയതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പൊ എന്താ അത് അവരെ കുളിപ്പിച്ചുള്ളോ? പേളീനെ മാത്രം കൊണ്ടുപോയുള്ളൂ. ചാർലിന് ഇഞ്ചക്ഷൻ മറ്റേ കൂറ്റനാടുന്ന് അവിടുന്ന് സ്വാമി ഇഞ്ചക്ഷൻ സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് വാങ്ങിക്കാൻ മറന്നു നമ്മള്. ശരിയാ, അത് ആള് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മള് കൊണ്ടുവന്ന്. ഇവരെ കൊണ്ടുപോയത് വ്ലോഗാക്കിയില്ല അല്ലേ ഇന്നലെ അല്ല മിഞ്ഞാന്ന് ഇഞ്ചക്ഷൻ ചെയ്യാൻ മറന്നു. നല്ല രസമായിരുന്നു. അത് ഉണ്ടെങ്കിൽ ജഗ്ഗും ചേട്ടനും കൂടിയിട്ട് എന്നെ കൊണ്ടുപോയത്. ചെറിയ മണ്ണ്. പിന്നെ ആ പടിയിലെത്തിയപ്പോഴേ ഇത് കീലേരി അച്ഛൻ്റെ പോലെ അല്ലേ, ധൈര്യം ഉണ്ടെങ്കിൽ വാടാ. ആ ചങ്ങലപ്പ ഇങ്ങനെ വിട്ടാ മതിയായിരുന്നു, വന്നിട്ട് പോയി ചെയ്യാത് കാണാലോ. നന്നാവും. അതിലും വലിയ തമാശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഗേറ്റ് കഴിഞ്ഞ വഴിക്ക് തന്നെ ജഗുണ് ഈ ചെറുതിനെ പിടിച്ചോണ്ടാ, നമ്മുടെ ഇമ്രാനെ പിടിച്ചോണ്ടത്. ഇമ്രാൻ ആ പടിയിൽ അവിടെ ചാർലിയുടെ ഗഡികളുണ്ടല്ലോ കുറെ പേര്. ചാർലി പോവാ ഇവിടുന്ന് പുറത്തുനിന്ന് ചാടി കഴിഞ്ഞാൽ ആളുകൾക്ക് ശേഷം കാണലല്ലേ ചാർലി. 2-3 നായകളുണ്ട്. അവരെ കണ്ട വഴിക്ക് അത് പൈ എന്ന് പറഞ്ഞിട്ട് ജഗുവിന്റെ ചങ്ങല പിടിപ്പിച്ച് ഓടിയുണ്ട്. പേടിച്ച് നാടൻ നായ്ക്കള് ഉച്ചാളികളാണ്. അവരുടെ മറ്റേ കൊല്ലാമ്പലത്തെ മറ്റേ ഒരു പിങ്കി പോലത്തെ മറ്റൊരു പട്ടിയില്ലേ, പട്ടിക്കുട്ടി ചെറുത്, അതിനെ കണ്ടിട്ട് ഇപ്പുറത്ത് മറ്റേ ജഗു അല്ല പിങ്കില്ലേ അതുപോലത്തെ പേരിനെ. അതല്ല, പേളിങ്ങട് വരും കേട്ടാ, എല്ലാ ദിവസവും പേളിങ്ങട് വരും. അപ്പോൾ എന്നിട്ട് അവിടെ ഗേറ്റിൻ്റെ അവിടെ വന്ന് നിൽക്കുമ്പോൾ ചാർലി ഇങ്ങനെ സ്നേഹം കൊണ്ട്, അവളോടുള്ള സ്നേഹം കൊണ്ട് ഇങ്ങനെ അങ്ങനത്തെ ഒരു സൗണ്ട് ഉണ്ടാക്കിയിട്ട് വന്നിട്ട് ഈ ഗേറ്റിൻ്റെ ഈ ഇടയിൽ കൂടെ ഇങ്ങനെ നക്കല. അപ്പോൾ ഞാൻ ഗേറ്റ് തുറന്നിട്ട് പേളീന്ന് ഇങ്ങോട്ട് ആക്കും കുറച്ച് സമയം. അപ്പോൾ ഈ സാധനമാണെങ്കിൽ അന്ന് പേളിയുടെ കടി കിട്ടിയതിന് ശേഷം പേളിയുടെ നിറം കാണുമ്പോഴത്തേക്കും കുറച്ച് ഇവിടെ കിട്ടുന്നിട്ട് നീ ധൈര്യം ഉണ്ടെങ്കിൽ വാടി, നിന്നെ ഞാൻ അത് ചെയ്യും അങ്ങനെയൊക്കെയാവും പറയണ്ടാവാ. അപ്പോൾ ഇവിടെ ഭയങ്കര കുരയാട്ടാ. ഗേറ്റ് ഞാൻ തുറന്ന് പേളി അകത്തേക്ക് കയറി കഴിഞ്ഞാല് പിന്നെ ഇതിന്റെ അഡ്രസ് ഉണ്ടാവില്ല. പേളി ഗേറ്റിന്റെ പുറത്ത് നിൽക്കുമ്പോൾ ഭയങ്കര വെല്ലുവിളി വിടുന്നിട്ട് അത് കണ്ട ചിരിച്ചിട്ട് ചാവും. പൈ 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 എന്നിട്ട് കരഞ്ഞിട്ട് ഓടി കസേരയുടെ അടിയിൽ ഇങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ ഇരിക്കല്ലേ, കാറിന്റെ അടിയിൽ പോയിട്ട് വിളിച്ചിരിക്കുന്നത്. അങ്ങനെയാ നോട്ടാണ് അതന്നെ. ഇതിന്റെ ആണെങ്കിൽ നിഷ്കളങ്കതയാ. പിന്നെ എപ്പോഴും ഒരു സങ്കടം, ശോകം, ഒരു ദുഃഖം. ഇതിനാണേ കള്ളനോട്ടം. ചുണ്ടരൻ ചുറ്റ് വരീണ് വലുതായി നല്ല പെട്ടെന്ന് ഹൈറ്റ് കറപ്പായി. അപ്പൊ അങ്ങനെയാണ് നായ്ക്കളെ വിശേഷം. ചായ കൂടി കഴിഞ്ഞു. സർട്ടിഫിക്കറ്റ് അകത്തോണെന്ന് വെച്ചാൽ ഞാൻ വാഴനെ ശരിയാക്കണം, പിന്നെ കമ്പോസ്റ്റ് കുഴി സമയം പോയി. അപ്പൊ അടുത്ത വീഡിയോയില് കുഴി ചേട്ടൻ മുഴുവനാക്കി ഉണ്ടാവും. കമ്പോസ്റ്റ് ഇടും ഞാൻ. അപ്പൊ ശരി, അടുത്ത വീഡിയോ ചെയ്യോ? അങ്ങനെ ചെയ്യോ? പിന്നെ ഉറപ്പല്ലേ? ഉറപ്പ്. എന്നോട് പറയണ പോലെ ഇത് കൊറേ പേര് കേൾക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുത്തും. പിന്നെ ഞാൻ നോക്കിയ പണിയെടുത്ത് എനിക്ക് ഷുഗർ അല്ല, അടുത്ത വീഡിയോയില് അതിന്നായിരിക്കും തുടങ്ങാട്ടാ. ശരി, അടുത്ത വീഡിയോ ഞാൻ കാണിച്ചത് ചേട്ടൻ അന്ന് നിർത്തിയോടത്ത് തന്നെ നിക്കണേന്ന് പറഞ്ഞിട്ട്. ഇന്നലത്തെ മനോരമ മറ്റേ ഇതിൽ കണ്ട ഒരു ഗൾഫ് പ്രവാസി 10-16 കൊല്ലം അത്രണ്ട് ഗൾഫിൽ പോയി ജോലി ചെയ്തിട്ടേ ആൾക്ക് ഷുഗർ ഇങ്ങനെ കുറേ അസുഖങ്ങൾ, ഷുഗറൊക്കെയാണ് മെയിനായിട്ട്. എന്നിട്ട് ആള് ഇവിടെ വന്നിട്ട് സ്ഥലം കൃഷി ചെയ്തു തുടങ്ങി, സ്വയം കൃഷി. ആളെ ഷുഗറും ഇല്ല, ഒരു രോഗങ്ങളും ഇല്ല, ഒന്നുമില്ല, ചുട്ട കൃഷിയാണ്. അപ്പോൾ ഷുഗർ ഉണ്ടെങ്കിൽ മാറാനായിട്ട് നല്ലൊരു ആയുധമാണ് കമ്പോസ്റ്റ് കുഴി കുത്തൽ. അപ്പോൾ ശരി, അപ്പോൾ നമുക്ക് കാണാം.